ഹായ്, അസ്സലാമു അലൈക്കും. വളരെ വിഷമത്തോടു കൂടിയാണ് ഇന്ന് വന്നത്. അതായത് കുറേ ആളുകൾ നമുക്ക് ഒരുപാട് സപ്പോർട്ടായി, നമ്മളെല്ലാവരും ഒരുപോലെ ഒരേ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ഈ വീഡിയോയിലുണ്ട്. അത് ആർക്കും ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു മാസമായില്ലേ, ഒരു മാസമാകാനായി. ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഒരാളും പറഞ്ഞിട്ടില്ല. ഞാനത് വളരെ വ്യക്തമായിട്ട് ഒരാളുടെ പേര് എടുത്ത് പറയുകയോ അല്ലെങ്കിൽ ഒരാളെ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തിയെക്കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ അയാൾ ചെയ്തു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നമുക്ക് വരുന്ന ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ജുനൈദ് പറഞ്ഞ പോലെ തന്നെ ജുനൈദ് ചെയ്യുന്ന വീഡിയോകളായിട്ട് അതിനെതിരെ പല രീതിയിൽ തമ്പനയിൽ കൊടുത്തിട്ട് വീഡിയോ ചെയ്യുന്നവർ കുറേ പേരുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ജുനൈദ് പറയുന്നത്. അതുപോലെ തന്നെ ജുനൈദിന് ഇപ്പോൾ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ജുനൈദ് പറയുന്നുണ്ടല്ലോ, ആ വീടിനെ ആസ്പദമാക്കിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ആ മോളുടെ വീടിൻ്റെ അടുത്തുള്ള അവിടെ പട്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ സമയം കുറച്ചു. അപ്പോൾ ആ വീട്ടുകാരനെ ചോദ്യം ചെയ്യണമെന്നല്ല, അത് എന്തുകൊണ്ടാണ് അങ്ങനെ അതായതെന്നുള്ളത് ജുനൈദ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ജുനൈദ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ കേസ് കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ജുനൈദ് ചെയ്തത് ഞങ്ങളുടെ ഇതാക്കുമായിരുന്നു അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ജുനൈദിന് എതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജുനൈദ് അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഇങ്ങനെ പട്ടി വന്ന് കുറച്ചു, അത് എന്തുകൊണ്ടാണ് എന്ന് പോലീസിൻ്റെ അടുത്ത് അന്വേഷിക്കാനാണ് പറഞ്ഞത്. ചിലപ്പോൾ ആ വീട്ടിലുള്ളവരായിരിക്കില്ല. അപ്പോൾ അവിടെ ചിലപ്പോൾ അവരില്ലാത്ത സമയത്തോ ആരെങ്കിലും ഉണ്ടായിരുന്നോ, അവിടെ ഈ കുഞ്ഞിനെയും കൊണ്ട് ആരെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ എന്നൊന്ന് അന്വേഷിക്കാൻ ജുനൈദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വളച്ചൊടിച്ച് പല രീതിയിലാക്കിയിരിക്കുകയാണ്. ജുനൈദ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ജുനൈദിനെ പാമ്പ് വന്നു എന്നുള്ളതിനെ പാമ്പ് കടിച്ചു മരിച്ചു എന്ന് വരെ ആക്കി തീർക്കുകയാണ് ഓരോ യൂട്യൂബേഴ്സ് ചെയ്യുന്നത് എന്ന് പറയണം, ഓരോ തമ്പനയിലിട്ടിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ കുഞ്ഞിനെ കിട്ടുന്നവരെ, ജുനൈദ് പറയുന്നത് പോലെ തന്നെ ഈ കുഞ്ഞിനെ കിട്ടുന്നത് വരെ നമ്മൾ കുറച്ച് സംയമനം പാലിക്കണം. എന്നിട്ട് ആ കുഞ്ഞിനെ കിട്ടാൻ നമ്മളാൽ കഴിയുടെ രീതിയിൽ പരിശ്രമിക്കുക തന്നെ ചെയ്യണം. നമ്മുടെയും കൂടെ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമുള്ള ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ജുനൈദ് പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഇടുന്നതിന് ഒന്നിനും ജുനൈദ് ഒരു ഇതും പറയുന്നില്ല. നമ്മൾ ആ കുഞ്ഞിനെ കിട്ടുന്നത് വരെ നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കണം. എന്നിട്ട് എന്തൊക്കെയോ ഇത് പറഞ്ഞു. അപ്പോൾ ജുനൈദ് പറഞ്ഞ കുറച്ച് വാക്കുകളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാട്ടോ, ഒന്ന് കേട്ട് നോക്കൂ. ആ ഫ്ലാറ്റിലേക്ക് ആരും വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ ആ മൂന്നിൽ ഒരാളുടെ പൈസ നഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ സംശയിക്കുക 2 പേരായിരിക്കും. ഒരുപക്ഷെ അത് കളഞ്ഞു പോയതായിരിക്കും, അയാൾ കയറി വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ പോയതായിരിക്കാം. എങ്കിലും നമ്മൾ സംശയം പോകുന്നത് ആരിലേക്കാ? ആ 2 പേരിലായിരിക്കും. കാരണം അവരാണ് ആ കൂടെ ഉള്ളത്. നമ്മളവരെ സംശയിക്കും. പിന്നെ ആയിരിക്കും നമുക്ക് സത്യം മനസ്സിലാവണം എന്താ, ചിലപ്പോൾ അതിലൊരാളായിരിക്കും എടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറഞ്ഞ കുറച്ച് ആളുകൾ, കൂടുതൽ ആളുകളില്ല, 1-2 ആളുകൾ വളച്ചൊടിച്ച് കണ്ടു തമ്പനിയിൽ ഇടുമ്പോഴും അതൊക്കെ ഞാൻ പല വാട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മറ്റുള്ളവർക്ക് ഒരുപാട് ദോഷം ചെയ്യും, അവരെ മാതാപിതാക്കൾക്ക് അത് അലോസരപ്പെടുത്തും അവരെ. ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞ ഈ അയൽവാസികളായിട്ടുള്ള വ്യക്തി അവർ പോയിട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ, സ്റ്റേഷനിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചു. വളരെ മോശമായിട്ടാണ് പുള്ളി സംസാരിച്ചത്. അതുപോലെ അദ്ദേഹം അപ്പുറത്തെ സ്ത്രീയും അതുപോലെ ഞാനെന്തോ പരസ്യമായിട്ട് മാപ്പ് പറയണം എന്നും പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷനിൽ വന്ന് മാപ്പ് പറയണമെന്നോ അല്ല പരസ്യമായിട്ട് മാപ്പ് പറയണം എന്തൊക്കെ കേട്ടു ഞാൻ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ചില യൂട്യൂബേഴ്സിനോട് മാത്രം പറയാനുള്ളത്, നിങ്ങൾ ഞാൻ എടുത്തു നോക്കി, അപ്പൊ കണ്ടന്റ് ഒക്കെ അപ്പോൾ ജുനൈദ് പേടിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. ജുനൈദ് ചെയ്തത് അതാ ശരിയാണ്. ജുനൈദ് പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിൽ നടക്കുമ്പോഴേ നമുക്ക് അതിന്റെ ആ ഒരു കാഠിന്യം മനസ്സിലാവുള്ളൂ. നമ്മുടെ ഒരു കുഞ്ഞാണ് പോയതെങ്കിൽ നമ്മൾക്ക് സഹിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഒരു കുഞ്ഞ് പോവാതിരിക്കാനും അതുപോലെ തന്നെ ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ ജുനൈദ് ഇറങ്ങി തിരിച്ചതെന്ന് പറഞ്ഞാൽ ജുനൈദിന് അത്രയും ഒരു ഇതാണ് ആ മനസ്സിലേക്ക് ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കില്ല ആ ഒരു ഇത്. അപ്പോൾ ആ ഒരു ഇത് ജുനൈദിന് കൊടുത്തതിൻ്റെ പേരിലാണ് ജുനൈദ് ഇത്രയും അന്വേഷിക്കാൻ ഇതിനും ഇറങ്ങി തിരിച്ചത്. പിന്നെ ജുനൈദിനെ പേടിപ്പിക്കുന്ന ജുനൈദ് ഒരിക്കലും പേടിക്കില്ല. ജുനൈദ് ഇവരുടെ ഇതൊന്നും കണ്ടിട്ടൊന്നുമല്ല ജുനൈദ് ഇറങ്ങിയിരിക്കുന്നത്. ജുനൈദിൻ്റെ ഒരു ഇതിലാണ് ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ച് ഞാൻ ആ കുഞ്ഞിനെ കണ്ടുപിടിക്കുന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ കുഞ്ഞിനെ ലഭിക്കുക തന്നെ ചെയ്യും. അപ്പം നമ്മുടെ എല്ലാവരുടെയും
പ്രാർത്ഥനയും ജുനൈദിന് വേണം, എങ്കിലേ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഓരോ യൂട്യൂബേഴ്സ് ഇങ്ങനെ പല രീതിയിൽ പല ഇതുമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് അത് അവരുടെ കുടുംബത്തിനെ ബാധിക്കും, അതുപോലെ തന്നെ ജുനൈദിൻ്റെ കേസ് അന്വേഷണത്തിനൊക്കെ ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള തലക്കെട്ടുകളൊക്കെ ഇട്ട് അതുപോലെ തന്നെ ഇതൊക്കെ ഇട്ടിട്ട് വഴി തിരിച്ചു വിടാതിരിക്കുക. നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന അറിവുകൾ മാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതാണ് എനിക്കിപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ ജുനൈദ് ഇപ്പോൾ ആര് കേസ് കൊടുത്തു പറഞ്ഞാൽ ആര് അത് ചെയ്താലും ജുനൈദ് ഒന്നും പേടിക്കാൻ പോകുന്നില്ല. ജുനൈദ് ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇതിന് ഇറങ്ങിയിരിക്കുന്നത്. അത് എന്തായാലും അതിന് ലാസ്റ്റ് ഒരു ഇത് കിട്ടുക തന്നെ ചെയ്യും. ഒരു സ്വപ്നത്തിൻ്റെ പേരിൽ ഒരാൾ ഇറങ്ങി തിരിച്ചു എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നവരോട് ആ സ്വപ്നത്തിൻ്റെ പേരിൽ ജുനൈദ് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ജുനൈദ് അത് നേടിയെടുക്കുക തന്നെ ചെയ്യും, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ജുനൈദ് പറഞ്ഞ കുറച്ച് വാക്കുകൾ കൂടെ നമുക്ക് കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് കേട്ട് നോക്കൂ. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് അവർക്ക് ദേഷ്യം വന്നു, അവരെ കുറിച്ച് മോശം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പരാതി കൊടുത്തത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ കിട്ടണം, ഒരമ്മയെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സഹായിക്കുന്നുണ്ടെങ്കിൽ, എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ, 1-2 വ്യക്തികൾ മാത്രം ആത്മാർത്ഥമായി നിങ്ങൾ സഹകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ കമ്പനിയിലൊക്കെ ഒഴിവാക്കുക. ആരെയും ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്. നമ്മൾ പോലീസ് തെളിയിക്കട്ടെ കാര്യങ്ങൾ. നമ്മൾ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അതായത് സാഹചര്യ തെളിവുകളായിട്ട് നായ കുറച്ച് വീട് എന്താ പോലീസുകാരൻ നീ അന്വേഷിച്ചില്ല? മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി എന്നാണ് FIR എഴുതിയത്. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ എഴുതി? അന്നും നിങ്ങൾക്കറിയാതെ 1 വയസ്സ് 1.5 വയസ്സുള്ള കൊച്ചാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്തിനാണ് അതിൽ 2 വയസ്സിന് എഴുതിയത്? അയൽവാസിയായ വീട്ടിൽ 2ാമത്തെ വീട്ടിൽ പോയിട്ട് അന്വേഷിച്ചപ്പോൾ അവർ വിസമ്മതിച്ചു അവിടെ സെർച്ച് ചെയ്യാൻ, ഇവരോട് ചാടി കളിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ ചെയ്തത്? എന്തേ പോലീസ് നീ അവരോടൊന്നും അന്വേഷിച്ചില്ല? എന്തേ നിങ്ങൾ അതിനെ കുറിച്ചിട്ട് അതിന്റെ പിന്നാലെ പോയില്ല? നിങ്ങൾക്ക് ധൃതിയായിരുന്നു ഈ കേസ് അവസാനിപ്പിക്കാൻ. കുട്ടി ആ കുത്തി ഒലിക്കുന്ന പുഴയിൽ നഷ്ടപ്പെട്ടു എന്ന് ആർക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തത്? ഇത്ര ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനാണ് എൻ്റെ പേരിൽ കേസ് കൊടുത്തതും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും ഒരാളെ മോശമാക്കിയിട്ട് പറഞ്ഞിട്ടില്ല. എൻ്റെ വീഡിയോ ഒക്കെ അവിടെ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. അതായത് അവരൊക്കെ നല്ല ആളുകളാണ്, നല്ല വീട്ടുകാരാണ്, ഓക്കെ. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അതായത് ഒരു കുഞ്ഞ് നഷ്ടപ്പെടുന്ന സമയത്ത് എന്തുകൊണ്ട് സെർച്ച് ചെയ്യാൻ അവർ സമ്മതിച്ചില്ല? എന്തുകൊണ്ട് ആ വീട്ടിൽ നായ പോയി? ഇതൊന്നും അന്വേഷിക്കാതെ FIR എന്തിനു പെട്ടെന്ന് ക്ലോസ് ചെയ്തു? എന്താ നിങ്ങൾക്ക് ഒരു പാവപ്പെട്ടവനാന്ന് ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിൽ നിങ്ങളെ കേസ് അങ്ങനെ മൂടുമ്പോൾ ചോദിക്കാനും പറയാനും ആളുകൾ വരും. ഇതുപോലെ എന്നെപ്പോലെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. അത് പല കേസിലും. ഇവിടെ ഇപ്പോൾ ദിയ ഫാത്തിമന്റെ കേസില് മിണ്ടാതെ മൗനം പാലിച്ചാല്, നമ്മളൊക്കെ മിണ്ടാതെ ഇരുന്നാല്, ഞാൻ ആ സ്വപ്നം കണ്ടതിന് ശേഷം മൂടിപ്പൊതിച്ച് ഉറങ്ങിയിരുന്നെങ്കിൽ നാളെ നിങ്ങളെ മക്കളൊക്കെ നഷ്ടപ്പെടുമ്പോഴും കുത്തിരുന്ന് കരയേണ്ടി വരും വീട്ടില്. ഇനിയൊരു ദിയ ഫാത്തിമ വരാതിരിക്കാനും. അപ്പോൾ ജുനൈദിനെ വിളിച്ച് തെറി പറഞ്ഞു. പിന്നെ ജുനൈദിനെതിരെ കേസൊക്കെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ജുനൈദിന്റെ വീഡിയോ എല്ലാം നമുക്ക് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, ജുനൈദ് യാതൊരു തെറ്റും അവിടെ ചെയ്തിട്ടില്ല. ജുനൈദ് ശരി പോലീസ് കേസ് കൊടുത്തെങ്കിൽ എല്ലാവരും തെളിയിക്കട്ടെ, ജുനൈദ് അത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലാവുമല്ലോ ആരാ തെറ്റുകാരെന്തായാലും. നമ്മൾ ജുനൈദ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കും. നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു, അതിൻ്റെ മുൻവശത്ത് ഒരു വീടുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ അന്വേഷിക്കും. ആ ഒരു ഇതാണ്. അത് പോലീസ് ചെയ്യാത്തത് കൊണ്ടാണ് ജുനൈദ് അത് ഇടപെട്ട് ചെയ്തത്. അത് അവിടെ നിന്ന് നായ കുറച്ചത് കൊണ്ടൊക്കെയാണ് ജുനൈദ് ആ ഒരു ഇത് എടുത്തത്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് പോലീസ് അന്വേഷിച്ചതാണെങ്കിൽ ജുനൈദ് അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പോലീസ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ജുനൈദ് ഇങ്ങനെ ഒരു ഇത് ചെയ്തത്. അപ്പോൾ ശരി, അവിടെ നിന്ന് എന്തിനാണ് അത് നായ കുറച്ച് എന്നുള്ളത് ജുനൈദ് അന്വേഷിക്കട്ടെ. അപ്പോൾ ജുനൈദ് അത് ആ അവിടം വെച്ച് അവസാനിപ്പിക്കും. സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞ് ജുനൈദ് അവസാനിപ്പിക്കും. ആ വീട്ടുകാരനെ കുറിച്ച് എന്തായാലും ജുനൈദ് കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. ജുനൈദിൻ്റെ വീഡിയോകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ജുനൈദിൻ്റെ ഒട്ടുമിക്ക വീഡിയോകളും കാണാറുള്ളതാണ്. ജുനൈദ് അവരെക്കുറിച്ച് യാതൊരു തെറ്റും പറഞ്ഞിട്ടില്ല. അവിടെ നായ പോയി കുറച്ചു, അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ദുരൂഹത ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വ്യക്തമായിട്ട് അന്വേഷിക്കണം എന്ന് മാത്രമാണ് ജുനൈദ് പറഞ്ഞിരിക്കുന്നത്. അതിനി വളച്ചൊടിച്ച് പല രീതിയിലാക്കി എന്തിനാണ് ഇങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ജുനൈദ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് മനസ്സിലാവണില്ല. ജുനൈദ് എന്തായാലും എത്രയും എത്തി. ജുനൈദ് എന്തായാലും ഇങ്ങനെയുള്ള ഓലപ്പാമ്പൊക്കെ കാണിച്ച് പേടിക്കുന്ന ഒരാളല്ല ജുനൈദ്. എന്തായാലും ജുനൈദിന് അതിനുള്ള ശക്തിയും ത്രാണിയും കൊടുക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എന്തായാലും ആ കുഞ്ഞിന് എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ ഓരോ ദിയ ഫാത്തിമയുടെ ഓരോ വീഡിയോകൾ ചെയ്യുമ്പോഴും ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെയാണ്
വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.